لله الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ റബ്ബിൻ്റെ ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാർമ്മികത, അതിൻ്റെ മാനദണ്ഡം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ്. സത്യവിശ്വാസിയുടെ ജീവിതം നന്മ നിറഞ്ഞതാകണമെന്നുള്ളത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. ആ നന്മ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ത്, അതിൻ്റെ ശാഖകൾ ഏത് എന്നുള്ളത് വ്യക്തമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അത് വ്യക്തമാക്കി തരുന്ന സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. സത്യവിശ്വാസിയുടെ ജീവിതം അഖിലം നന്മകൾ നിലനിൽക്കുന്നതാകണം. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നന്മയുടെ മാതൃകയായി ജീവിച്ച് മുന്നോട്ട് പോവുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതിലേറ്റവും പ്രധാനമായി അള്ളാഹു പഠിപ്പിക്കുന്നത് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ ബാധ്യത ജീവൻ നൽകിയ, ജീവിത വിഭവങ്ങൾ തനിക്ക് വേണ്ടി ഒരുക്കി തന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അതുകൊണ്ട് ആ വിഷയം പറഞ്ഞിട്ട് തുടർന്നുള്ള പറയുന്നു വലാ തുശ്രികൂ ബിഹി ഷൈഅ, ആ അള്ളാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, അഥവാ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്നിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള നന്മയുടെ ഒരുപാട് തലങ്ങൾ ഈ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവതരമായ, ഏറ്റവും പ്രധാനപ്പെട്ട തലം അള്ളാഹുവിന് മാത്രമുള്ള ആരാധനയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ആ ആരാധനയിലൂടെ വേണം അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് ഏറ്റവും പ്രധാനമായി റബ്ബിനെ അറിയുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ വളരെ സമീപസ്ഥനാണ്, ഞാൻ വളരെ അടുത്താണുള്ളത്. മാത്രമല്ല ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യത ഫല്യസ്തജീബൂലി, അവർ എനിക്കുത്തരം ചെയ്യട്ടെ,
ഫല്യുഅ്മിനൂ ബി, എന്നിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യട്ടെ, എങ്കിൽ ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചേക്കാം. മനുഷ്യർ നേർമാർഗം പ്രാപിക്കാനുള്ള വഴി എന്നത് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. അഥവാ പ്രാർത്ഥനയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം നന്മ നിറഞ്ഞതായി തീരുക. 2, ആ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുന്നതോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവനിൽ നിലനിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കണം, ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന് സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കണം, തസ്ബീഹ് അധികരിപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥനയിലും ദിക്റിലുമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോയാൽ ആ ജീവിതം നന്മ നിറഞ്ഞതായി തീരും. അതോടൊപ്പം നിർബന്ധമായ ബാധ്യതകളെ കുറിച്ച് ഓർമ്മ വേണം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 5 നേരത്തെ നമസ്കാരം. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ഒരുപാട് നന്മകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹിഷായി വൽ മുൻകർ, എല്ലാ നീചവുമായ, എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു നമസ്കാരം. നമസ്കരിക്കുന്ന ഒരാൾക്ക് പലിശ വാങ്ങാൻ കഴിയില്ല, നമസ്കരിക്കുന്ന ഒരാൾക്ക് വ്യഭിചാരം നടത്താൻ കഴിയില്ല, നമസ്കരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടാൻ കഴിയില്ല, നമസ്കരിക്കുന്ന ഒരാൾക്ക് ഇടപാടുകളിൽ വഞ്ചന കാണിക്കാൻ കഴിയില്ല. എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ 5 നേരം കഴുകി ശുദ്ധീകരിക്കുകയാണ്. വുളൂവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ, നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണല്ലോ പറഞ്ഞു തന്നത്. നിങ്ങളുടെ ഒരാളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു അരുവി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, അതിൽ നിന്ന് 5 നേരം നിങ്ങൾ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും ബാക്കിയാകുമോ? ഇല്ല. അതേ പ്രകാരം 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ നിങ്ങളുടെ എല്ലാ തിന്മകളും കഴുകപ്പെടുകയാണ്, സമ്പൂർണമായി ശുദ്ധീകരണത്തിന് വിധേയമാവുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ അറിയുകയും അവനെ ആരാധിക്കുകയും അവനുള്ള ദിക്ർ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം ഈ നിർബന്ധമായ നമസ്കാരവും നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്മ പൂത്തുലഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരും നിങ്ങൾ. ആ തലം പഠിപ്പിച്ച ശേഷം സാമൂഹികമായ ബാധ്യതകളുടെ, മനുഷ്യൻ ഏർപ്പെടുന്ന, അവൻ ബന്ധപ്പെടുന്ന പ്രവിശാലമായ സാമൂഹിക കർമ്മ മേഖലയെക്കുറിച്ചാണ് അള്ളാഹു തുടർന്ന് വിശദീകരിച്ചു തരുന്നത്. ഇഹ്സാൻ, നന്മയുടെ മാനദണ്ഡം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധേയമായ 4 ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുകയും ചെയ്ത ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീസിൽ നന്മയുടെ വ്യാഖ്യാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൽ ഇഹ്സാൻ, എന്താണ് നന്മ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന വിധത്തിൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ വാതിലും നിനക്കടക്കാൻ കഴിയും, പക്ഷേ ആകാശത്തിന്റെ വാതിൽ നിനക്കടക്കാൻ കഴിയില്ല. എല്ലാവരെയും നിനക്ക് പറ്റിക്കാൻ കഴിയും, പക്ഷെ അള്ളാഹിനെ പറ്റിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് റബ്ബിനെ നീ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന വിധത്തിൽ അള്ളാഹുവിന് നീ ആരാധന അർപ്പിക്കണം. അതാണ് നന്മ. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നിന്റേതെങ്കിൽ നീ നന്മയുള്ള ജീവിതത്തിന്റെ ഉടമയായി തീരും. അതോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാന, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തായിട്ടൊരു ബർക്കത്ത് വരുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടും ഒരു ഗുണം കിട്ടുന്നില്ല. അവിടെ ആവശ്യം ആത്മപരിശോധനയാണ്. പടച്ചവന്റെ കോപം എനിക്ക് സംഭവിക്കാനിടയുള്ള എന്തെങ്കിലും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ? വൃദ്ധരായ മാതാപിതാക്കൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നു. അവർ ജീവിക്കുന്ന കാലത്ത് ആവശ്യമായ ശുശ്രൂഷ നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ തൃപ്തി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ മനസ്സുകൾ ദുഃഖിച്ചാൽ അതിന്റെ ദുരന്തം ഈ ലോകത്ത് തന്നെ നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഇഹ്സാന്റെ, നന്മയുടെ കാര്യം എടുത്തു പറയുന്നിടത്ത് ഏറ്റവും പ്രധാനം അള്ളാഹുവിനുള്ള ആരാധനയാണ്, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണെന്ന് പറഞ്ഞ ശേഷം സാമൂഹ്യ ജീവിതത്തിലെ ബാധ്യതകളുടെ ഒന്നാമത്തതായി അള്ളാഹു എണ്ണിപ്പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. വബിൽ വാലിദൈനി ഇഹ്സാന. അതോടൊപ്പം വബിദിൽ ഖുർബ, ബന്ധങ്ങളെ നീ ശ്രദ്ധിക്കണം. നീ ഒറ്റക്ക് അങ്ങനെ ജീവിച്ചു പോകേണ്ടുന്നവനല്ല. നീയും നിന്റെ ഭാര്യയും നിന്റെ 1-2 മക്കളും
മക്കളും, അവരുടെ നന്മ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം എന്നൊരു ചുരുങ്ങിയ ലോകത്ത് ജീവിക്കേണ്ടുന്നവനല്ല നീ ഒരു മുഅ്മിനാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ ബാധ്യതകളുടെ മേഖല വളരെ വിശാലമാണ്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് നിന്റെ കുടുംബം. ജ്യേഷ്ഠനുമായി, അനുജനുമായി, പെങ്ങളുമായി, അളിയനുമായി നിന്റെ ബന്ധം എങ്ങനെയാണ്? പണക്കൊണ്ടോ അവരുമായിട്ട് നമസ്കാരം ഫലവത്തല്ലാതായിത്തീരും. പടച്ചവനോടുള്ള ഇബാദത്ത് പ്രതിഫലാർഹം അല്ലാതായി മാറും, നഷ്ടമായി തീരും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളുടെ കാര്യം ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹിം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ്. ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വല്യഥാമ, അനാഥരായിട്ടുള്ള ആളുകൾ, അനാഥരെ സംരക്ഷിക്കുന്ന വിഷയം, അവർക്ക് നന്മ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? നീ നാട്ടിലെ ഓർഫനേജുകളുടെ കാര്യത്തിൽ നിന്റെ പിന്തുണയുണ്ടാകാറുണ്ടോ? കുടുംബത്തിലുണ്ടല്ലോ ഉപ്പ മരിച്ച മക്കൾ, അവരുടെ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? അയൽപക്കത്തുണ്ടല്ലോ നിന്റെ പ്രായത്തിലുണ്ടായിരുന്ന സഹോദരൻ ഈ അടുത്ത് മരണപ്പെട്ടുപോയി, ആ മക്കളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ, അവരുടെ സാമ്പത്തികമായ അവസ്ഥ എങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? പരിഹാരം കാണാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ നന്മയുടെ വക്താക്കളായി തീരുകയില്ല. വിശ്വാസത്തിന്റെ പൂർത്തീകരണം നേടാൻ നമുക്ക് സാധിക്കയില്ല. കൂടെ പറഞ്ഞു വൽ മസാക്കീൻ, അഗതികളായ ആളുകൾ, മിസ്കീന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഫക്കീറിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ആളുകളുണ്ടാകും. അവന് കിറ്റ് കിട്ടും, മാസം തോറും അവന് ചിലപ്പോൾ മഹലിൽ നിന്ന്, കമ്മിറ്റിയിൽ നിന്നൊക്കെ സഹായം കിട്ടും. പക്ഷെ മിസ്കീൻ, ഇസ്തിരി ചുളിയാതെ നടക്കുന്നവനാണവൻ. മക്കൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണവൻ. ഒരുപാട് ബാധ്യതകൾ ഉള്ളവനാണവൻ. പക്ഷെ ആരോട് കൈനീട്ടില്ല. ആരെന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാ റാഹത്താണെന്നേ പറയുള്ളൂ. പക്ഷെ മനസ്സ് നെരിപ്പോടായി ജീവിക്കുന്നവനായിരിക്കും. കിട്ടുന്ന വരുമാനം ജീവിത ചെലവുകൾക്ക് മതിയാകാത്തവൻ. ശ്രദ്ധിക്കണം അവന്റെ കാര്യമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മിസ്കീനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ബാധ്യത, നമ്മുടെ നന്മ പൂർത്തീകരിക്കപ്പെടുന്നില്ല. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അടുത്ത ബന്ധത്തിലുള്ളതോ ബന്ധുവല്ലാത്തതോ ആയ അയൽവാസി. 5 സെന്റ് ഭൂമി വാങ്ങി വീടിനേക്കാൾ വലിയൊരു മതിൽ കെട്ടി ചുറ്റുന്ന ഒരാളും ഇങ്ങോട്ട് കാണാത്ത വിധത്തിൽ സുരക്ഷിതമായ ഒരു കോട്ടയുടെ ഉള്ളിൽ നീ കഴിയുന്നതോടുകൂടി നിന്റെ ദീൻ അവിടെ പൂർത്തിയാകില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അയൽക്കാരനോടുള്ള ബാധ്യതകളെ കുറിച്ച് എനിക്ക് ഉപദേശിച്ചു തന്നപ്പോ, ഒരാൾ മരിച്ചാൽ അയൽവാസിക്ക് അവന്റെ സ്വത്തിൽ അവകാശമുണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അയൽപക്ക ബന്ധം അത് വളരെ പ്രധാനമാണ്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പഴങ്ങളുണ്ടായാൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ, അപ്പുറത്തുള്ള കുട്ടികളുണ്ടല്ലോ ഇതിന്റെ മണം പിടിച്ച് അപ്പുറം നിൽക്കുന്ന മതിലിനപ്പുറത്തുള്ള ലോകം, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ബന്ധമില്ലാത്ത നിലക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ബന്ധമായി ഇസ്ലാം പരിഗണിക്കുന്ന ഒരു കാര്യമാണ് അയൽപക്ക ബന്ധം എന്ന് പറയും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചെങ്കിലേ നന്മയുടെ ജീവിതം പൂർണ്ണമായി തീരുള്ളൂ. വസ്സാഹിബുൽ ജംബ്, സുഹൃത്തുക്കളായ ആളുകൾ, അവർക്ക് നിന്നിൽ നിന്ന് കിട്ടേണ്ടത് നന്മയാകണം. ആ നന്മ എന്ന് പറയുന്നത് എന്താ? അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നല്ലത് അവനോട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. എന്റെ ഫ്രണ്ടല്ലേ, ഞാൻ എങ്ങനെയാണ് ഈ കാര്യത്തിൽ അവനെ എതിർക്കുക എന്ന ചിന്താഗതിയാണ് അപകടങ്ങളിലേക്ക് എത്തിക്കുക. അവൻ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ, ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ, ഈമാനെതിരാണെങ്കിൽ അവനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് നല്ല ഉപദേശങ്ങളിലൂടെ അതിനെ തിരുത്തുക എന്നതാണ്. എല്ലാ നിലക്കും ഉത്തമമായ ബന്ധം സൗഹൃദ ബന്ധങ്ങളുടെ കാര്യത്തിൽ അൽ മർഉ ഫീ ദീനി ഖലീലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും. നല്ല സുഹൃത്തുക്കളാകണം ഉണ്ടാകേണ്ടത്. സുഹൃത്തുക്കളിലെ നന്മകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമവും ഉണ്ടാകണം. ഒപ്പം അല്ലാഹു പറഞ്ഞു വബിരിസ് സബീൽ, യാത്രക്കാർ, യാത്ര ഖിത്അത്തും മിനൽ അദാബ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതൊരു ശിക്ഷയുടെ ഭാഗമാണ്, പ്രയാസാണ്. ടയർ പഞ്ചറായാൽ, എണ്ണ തീർന്നു പോയാൽ നിസ്സഹായമായ അവസ്ഥയിലെത്തും. 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ ഒന്ന് യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ആ യാത്രക്കാരന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക, അവന് സഹായങ്ങൾ നൽകുക, വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നു വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ അഥവാ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. തൊഴിലാളിയെയും മുതലാളിയെയും വർഗശത്രുക്കളായി കാണുന്ന ഒരാദർശമല്ല ഇസ്ലാം. മറിച്ച് അവരെ രണ്ടുപേരെയും ബാധ്യതാ നിർവഹണത്തിന്റെ പാശത്തിൽ കോർത്തിണക്കുന്ന മാതൃകാപരമായ മതമാണ് ഇസ്ലാം.
തൊഴിലാളിയെയും മുതലാളിയെയും കുറിച്ച് റസൂലുള്ളാഹി വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോൾ കൂലി നിശ്ചയിച്ചിട്ടാകണം ജോലിക്ക് വിളിക്കേണ്ടത്. 2, അവിടുന്ന് പഠിപ്പിച്ചു, വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി നൽകണം. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിൽ പഠിപ്പിച്ചു, നല്ല ഭക്ഷണം അവൻ നിനക്ക് വേണ്ടി പാകം ചെയ്താൽ, നിന്റെ ഖാദിമ നിനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ 1 or 2 ഉരുള ആദ്യം അവനെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ നീ കഴിക്കാൻ പാടുള്ളൂ. തൊഴിലാളി മുതലാളിമാരെ ശത്രുക്കളായി കാണുന്നതിനു പകരം സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ ബന്ധത്തിൽ കോർത്തിണക്കുന്ന ഇസ്ലാം. തൊഴിലാളിയോടും പറഞ്ഞു, നിന്റെ യജമാനൻ നിന്നെ വല്ലത് ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് നീ എന്തെങ്കിലും ഒന്ന് അയാളുടെ അറിവില്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫഖദ് സരിഖ. 3 തവണ ആവർത്തിച്ച റസൂലുള്ളാഹി പറഞ്ഞത്, മോഷണമാ നീ നടത്തിയത്. എന്റെ മുതലാളിൻ്റെതല്ലേ, ഏതായാലും 2 മാസത്തെ ശമ്പളം എനിക്ക് കിട്ടാണ്ടല്ലേ, കുറച്ചൊക്കെ ഞാനങ്ങ് മാറ്റിവെച്ചാൽ തെറ്റൊന്നുമില്ല എന്ന നിലക്ക് കൈകാര്യം ചെയ്യേണ്ടതല്ല. ഇത് അമാനത്താണ്. മാസത്തിൽ ശമ്പളം വാങ്ങുന്നവനാണ് ഞാൻ. ജോലി ചെയ്യുന്ന വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് ജോലി ചെയ്യുക എന്നത് ദീനിയായ എന്റെ ബാധ്യതയുടെ ഭാഗമാണ്. അള്ളാഹ് എനിക്ക് റിസ്ഖിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ് എന്റെ ഈ തൊഴിൽ. അതുകൊണ്ട് സർക്കാരിനോട് ഉത്തരവാദിത്തമുണ്ട്, നാട്ടിലെ ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്, പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് എന്നോട് തന്നെ ബാധ്യതയുണ്ട്. തൊഴിലാളിയുടെ അവകാശങ്ങൾ മാത്രമല്ല, തൊഴിലാളിയുടെ ഉത്തരവാദിത്തത്തെയും ഗൗരവതരമായി കാണുന്ന മതമാകുന്നു പരിശുദ്ധ ഇസ്ലാം. അങ്ങനെ നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോടും ഇങ്ങനെ നന്മയുടെ വിശാലമായ ഒരു തലം എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. അഹങ്കാരികളും ദുരഭിമാനികളുമായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ജീവിതം നന്മ നിറഞ്ഞതായി തീരണം. ആ നന്മകളുടെ വിവിധ തലങ്ങൾ തുടർന്ന് മറ്റൊട്ടനവധി ആയത്തുകളിലൂടെ പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക വലിയ നന്മയാണ്. അകറ്റേണ്ടുന്നവരല്ല മുഅ്മിൻ, പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്നവനല്ല, ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്നവനല്ല. മറിച്ച് എവിടെയൊക്കെ ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ആളുകൾ പിണങ്ങാനുള്ള സാധ്യതയുണ്ടോ, അവിടെ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. സൂറത്ത് ഹുജറാത്ത് 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും. തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്, നിങ്ങൾ അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കണം, നന്മയുണ്ടാക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം, എങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചൊരിയപ്പെട്ടേക്കാം. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത്, പടച്ചവന്റെ കാരുണ്യം നമുക്ക് കിട്ടാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, യോജിപ്പുണ്ടാക്കുക. അതെവിടെ തുടങ്ങാം? കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഭാര്യാഭർത്താക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവിക. എന്താ സംഭവിക്കുക? 2 കക്ഷികളായി അവർ പിരിയും. 2ആളുടെയും കുടുംബക്കാർ 2ആളുടെയും ഭാഗത്ത് നിൽക്കും. ഉള്ളി തൊലിച്ചതുപോലെ ആയിരിക്കും പലപ്പോഴും. പ്രശ്നം പഠിച്ചാൽ വളരെ നിസ്സാരായിരിക്കും, പക്ഷേ ഈഗോ കാരണത്താൽ മാത്രം അകന്നു പോകുന്നു, ത്വലാഖിലെത്തുന്നു. അവിടെ ഒരു 3-ാം കക്ഷി ഇടപെട്ടാൽ പരിഹരിക്കാവുന്നതാണ്. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ത്വലാഖിൽ 99% എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഒരു വിഷയം ദമ്പതികൾക്കുണ്ടായി തീർന്നാൽ 2ആളുടെയും ഭാഗത്ത് നിന്നുള്ള ഒരു 3-ാമത്തെ കക്ഷി ഇടപെടണമെന്നും ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ബോധ്യപ്പെടുത്താൻ കാരണം. അപ്പൊ യോജിപ്പുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്, നന്മയുടെ വലിയൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അല ഉഖ്ബിറുക്കും ബി അഫ്ളൽ മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നോമ്പിന്റെ ദറജ നമുക്കറിയാം, അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സ്വതക്കയുടെ ദറജ, ഇതൊന്നും ചെറുതല്ല. ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതിനൊന്നും മോശാക്കലല്ല, മറിച്ച് പ്രവാചകന്റെ ഒരു ശൈലിയിൽപ്പെട്ടതാണ്. ഒരു കാര്യത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി തരികയാണ്. ഈ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും സദക്കയുടെയും ഒക്കെ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സ്വലാഹു ദാത്തിൽ ബൈൻ ഫഇന്ന ഫസാദ ദാത്തിൽ ബൈൻ ഹിയൽ ഹാലിഖ. ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യം 2 ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക. അതുമാത്രമല്ല, തുടർന്ന് അവിടുന്ന് പറയാണ്, 2 ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ നാശാണ്. പക്ഷെ ആളുകൾക്ക് പലപ്പോഴും അതിലാണ് താല്പര്യമുണ്ടായിത്തീരുക. എങ്ങനെ അകറ്റാം? അതിന് 2 അറ്റത്തും കത്തിച്ച് നടുവിൽ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പകരം നന്മയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായ മുഅ്മിൻ ഇസ്ലാഹ്, പരസ്പര നന്മ വരുത്തൽ, യോജിപ്പുണ്ടാക്കൽ ജീവിത ദൗത്യമായി സ്വീകരിക്കണം. അങ്ങനെ അള്ളാഹുവിലുള്ള തൗഹീദിന്റെ, ഷിർക്കിൽ നിന്ന് മുക്തമായൊരു ജീവിതത്തിന്റെ വക്താവായി ഈ ഇഹ്സാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വഭാവം നന്നായി തീരും.
ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നിന്റെ സ്വഭാവം, നിന്റെ പെരുമാറ്റം മാതൃകാപരമായി തീരും. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ആ മുഅ്മിനുണ്ടാകുന്ന ദറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സ്വാഇമിൽ ഖായിം. പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അടിമയുടെ പദവിയിലേക്ക് സൽസ്വഭാവം കൊണ്ട് ഒരു അടിമ ഉയരും. പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള ആരാധന പകലിലെ നോമ്പ്, അതുപോലെ രാത്രിയിലെ ഖിയാമുൽ ലൈൽ. ഇത് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന ഒരു അടിമയുണ്ടല്ലോ, ആ ദറജയിലേക്ക് നിനക്ക് ഉയരാൻ സാധിക്കും നിന്റെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ. ഇസ്ലാം മഹാസിനുകൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മതമാണ്. പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഇരുന്ന് നിസ്കാരം മാത്രമല്ല, 5 വക്ത് നിസ്കാരത്തിലെ കണിശത മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ ഉൾക്കൊണ്ട തൗഹീദിന്റെ പ്രതിഫലനമുണ്ടാകണം, ഉൾക്കൊണ്ട ഇസ്ലാമിന്റെ പ്രകാശം വ്യാപിക്കണം എന്നതാണ്. അതിൽ പ്രധാനമായ മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സമീപനത്തിൽ വിട്ടുവീഴ്ചയുണ്ടാവുക, വിനയം കാണിക്കുക എന്നതാണ്. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന നിലപാടാണ് പലപ്പോഴും വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും അയൽപക്കത്താണെങ്കിലും അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച കൊണ്ട് ഒരു അടിമയുടെ പ്രതാപം വർദ്ധിക്കുകയല്ലാതെയില്ല. മലയാളത്തിലൊരു പ്രയോഗമുണ്ടല്ലോ, താഴ്മ താൻ അഭ്യുന്നതി. താഴ്മയാണ് ഉയർച്ചയ്ക്ക് കാരണമായി തീരുക. റസൂൽ പറഞ്ഞു, വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ പടച്ചവൻ അവനെ ഉയർത്താതിരിക്കില്ല. റബ്ബിനെ ഓർത്ത് മനസ്സിൽ നിങ്ങൾ വിനയം കാണിച്ചാൽ പടച്ചോൻ നിങ്ങളുടെ പദവി ഉയർത്താതിരിക്കില്ല. ആളുകൾക്കിടയിലെ പദവിയല്ല, പടച്ചോന്റെ അടുക്കലെ പദവിയാണ് ഒരു മുഅ്മിൻ ആഗ്രഹിക്കേണ്ടത്. അതിനെന്ത് വേണം? വിനയം ഉണ്ടാകണം, വിട്ടുവീഴ്ച ഉണ്ടാകണം. ഇത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കണം. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി പഠിപ്പിച്ചത്, നന്മ ഉൾക്കൊള്ളുന്നതോടൊപ്പം ആ നന്മ ആളുകളെ അറിയിച്ചു കൊടുക്കുക എന്നതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ ആരെങ്കിലും മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അത് ചെയ്തവന് തുല്യമായ പ്രതിഫലം അവനുണ്ട്. സഹോദര, താങ്കൾ ചെയ്യുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ഖുർആനും ഹദീസിനും വിരുദ്ധമാണ്. കിതാബിലുള്ളത് ഇങ്ങനെയാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്തി കൊടുത്താൽ ആ മനുഷ്യൻ ചെയ്യുന്ന നന്മക്ക് തുല്യമായ പ്രതിഫലം ഈ പറഞ്ഞ ആൾക്കും കിട്ടും. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. നമ്മളിലൂടെ ഒരാൾക്ക് നന്മ ലഭിച്ചാൽ, നന്നാവാൻ കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ അമലിന്റെയും പ്രതിഫലം ഈ നന്മ പഠിപ്പിച്ച മനുഷ്യന് ലഭിക്കുമെന്നുള്ളതാണ്. അതെല്ലാ മേഖലയിലും അങ്ങനെ തന്നെ. സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കണം ഒരാളെ, പക്ഷെ നമ്മുടെ കീശയിൽ പണമല്ല. നമ്മൾ പണമുള്ള സഹായം ചെയ്യുന്ന ഒരാളെ സമീപിച്ചു പറഞ്ഞു, നിങ്ങളെ കയ്യിൽ കാശുണ്ടെങ്കിൽ മൂപ്പരുടെ കാര്യം കുറച്ച് വിഷമാണ്, സഹായം അർഹിക്കുന്ന ഒരാളാണ്, ആരോടും ചോദിക്കാത്ത ആളാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റെങ്കിൽ ചെയ്യേണ്ടുന്നൊരു സമയമാണ്. ഈ സഹോദരൻ, സാമ്പത്തിക ശേഷിയുള്ള സഹോദരൻ അയാളെ സഹായിച്ചാൽ അയാൾക്ക് പ്രതിഫലം കിട്ടുന്നതോടൊപ്പം ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആൾക്കും തുല്യമായ പ്രതിഫലം ലഭിക്കും. അങ്ങനെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും നന്മ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. ഒന്നിനെയും നിങ്ങൾ ചെറുതായി കാണരുത് എന്നാണ്. ഇവിടെ ഇസ്ലാമിന്റെ വിമർശകർ പറയുന്ന പോലെ നല്ലവനാകാൻ ദീൻ ഇസ്ലാം ഉൾക്കൊള്ളണം എന്നില്ല എന്നൊക്കെയുള്ള വാദമുണ്ടല്ലോ. പരിശുദ്ധ ഇസ്ലാം ജീവിതത്തിന്റെ ഓരോ തലവും നന്മ നിറഞ്ഞതാകണമെന്ന് പഠിപ്പിക്കുന്നതാണ്. ഒന്നും നിങ്ങൾ ചെറുതായി കാണരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. അവിടുന്ന് പറഞ്ഞു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയിൽപ്പെട്ട ഒരു കാര്യവും നിങ്ങൾ ചെറുതായി കാണരുത്, തള്ളിക്കളയരുത് അതിനെ. ഏതുവരെ? വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ. നിന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവനെ സമീപിക്കുക എന്നുപോലും, അഥവാ സുഹൃത്തിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, അതുപോലും ചെറിയ കാര്യമല്ലേ എന്ന് കരുതി നീ അവഗണിക്കരുത്. കാണുമ്പോൾ അഭിവാദനം, ആ സമയത്തുള്ള പുഞ്ചിരി, അതിൽ പോലും നന്മയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാകുന്നു ഇസ്ലാം. അതുകൊണ്ട് ഒന്നും നിങ്ങൾ ചെറുതായി കാണരുത്. ഏത് ചെറുതും 10, 70, 700, 70,000 മടങ്ങ്
നന്മകൾക്ക് പ്രതിഫലം നൽകുന്നവനാണ് കാരുണ്യവാനായ പടച്ച തമ്പുരാൻ. അപ്പൊ അങ്ങനെ നന്മയെ സ്നേഹിച്ച് പുണ്യം ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ലഭിക്കുന്ന ഓരോ സന്ദർഭവും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് റഹ്മാനായ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. നീ അള്ളാനെ കാണുന്നുണ്ട് എന്ന വിധത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. ആ കാണാത്ത റബ്ബിനെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന നിലക്ക് ഇബാദത്ത് ചെയ്ത് ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് പറയും ഫഅഹ്ബിബ്ഹു, ഈ മനുഷ്യനെ നീ ഇഷ്ടപ്പെടും, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ജിബ്രീലെ താങ്കളും ഇഷ്ടപ്പെടും എന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം അവൻ ഇഷ്ടപ്പെടും. വാനലോകത്തുള്ള മലക്കുകളെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചുകൂട്ടും. എന്നിട്ട് പറയും, ഇന്ന അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ആ അടിമയെ നിങ്ങളും ഇഷ്ടപ്പെടൂ. അതോടുകൂടി ആകാശഭൂമികളിൽ മുഴുവൻ അവൻ ഇഷ്ടപ്പെട്ടവനായി മാറും. ഹദീസിന്റെ തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരടിമയോട് അള്ളാഹു കോപിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അള്ളാഹ് പറയും, ഇന്ന അടിമയോട് ഞാൻ കോപിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളെ വിളിച്ചത് അറിയിക്കും. അതോടുകൂടി ആകാശഭൂമികളിൽ അവൻ വെറുക്കപ്പെട്ടവനായി മാറും. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ മലക്കുകൾ ഇഷ്ടപ്പെടും, മനുഷ്യർ ഇഷ്ടപ്പെടും. അള്ളാഹു വെറുത്താൽ മലക്കുകൾ വെറുക്കും, മലക്കുകൾ വെറുക്കും, സകല സൃഷ്ടിജാലങ്ങളും നമ്മൾ വെറുക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്കുണ്ടാകണമോ, നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമയായിരിക്കണം നമ്മൾ. അവസാനത്തൊരു നിമിഷം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളേവരും. നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിലെ സ്വീകരണ റൂമിലോ വരാന്തയിലോ കിടത്തിയിട്ട് വീടുമുറ്റത്ത് പറമ്പിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിരിക്കുന്ന ആ സമയം, ആ നിമിഷം തൊട്ടടുത്താണുള്ളത്. ആലോചിച്ച് നോക്കുക, പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ ആ സമയത്ത് നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ചിന്ത, പഠിച്ചോനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ആരെ അറിയിക്കാതിരുന്ന ഒരു പ്രയാസത്തിന്റെ സമയമുണ്ടായിരുന്നു, അത് കണ്ടറിഞ്ഞ് എന്നെ വന്ന് സഹായിച്ച മനുഷ്യന്റെ മയ്യത്താണ് കിടക്കുന്നത്. അല്ലാഹു മഗ്ഫിർ ലഹു, പുറത്തു കൊടുക്ക റബ്ബേ. എത്ര അർത്ഥമുണ്ടാകും, എത്ര മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും ആ ദുആ. അല്ലാഹുവേ, ഞാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയൊരു സമയത്ത്, പടച്ചവനെ, എന്റെ കുടുംബത്തിൽ അങ്ങേയറ്റൊരു പ്രയാസമുണ്ടായ സമയത്ത് വന്ന് താങ്ങായി മാറിയ മനുഷ്യനാണ് കിടക്കുന്നത്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിലെ ദീനീ പ്രവർത്തന രംഗത്തിന്റെ മുമ്പിൽ നിന്ന് ആ മനുഷ്യനാണ് കിടക്കുന്നത്. അല്ലാഹു മഗ്ഫിർ ലഹു, പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എത്ര ആഴുണ്ടാകും സഹോദരങ്ങളെ. ഒരുപാട് നന്മയുടെ ഓർമ്മകൾ കൂടെയുള്ളവരുടെ മനസ്സിൽ വിട്ടേച്ചുകൊണ്ട് യാത്രയാകാൻ സാധിക്കും. സഹോദരിമാരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഒക്കെ മയ്യത്ത് അങ്ങനെ വെക്കാനുണ്ട്. ആ മയ്യത്ത് മുന്നിൽ വെക്കപ്പെടുന്ന സമയത്ത് എൻ്റെ അമ്മായിമ്മയുടെ മയ്യത്താണത്, എത്ര എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ മരുമകളുടെ മയ്യത്താണത്, എൻ്റെ മകനെ അവൾ സ്വന്തമാക്കി എന്നെ എത്ര കഷ്ടപ്പെടുത്തി എന്ന ഓർമ്മ മനസ്സിൽ വരുന്നതിന് പകരം എൻ്റെ ഉമ്മ, തണലായി നിന്ന എൻ്റെ ഉമ്മ, തണലായി നിന്ന എൻ്റെ മരുമകൾ, ആ ഓർമ്മയാണ് ആ മയ്യത്തിനെ മുന്നിൽ വെച്ചുണ്ടാകുന്നതെങ്കിൽ എത്ര മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് ഉയരുന്നതാകും ആ പ്രാർത്ഥന. വിശ്വാസിയുടെ ജീവിതം അർത്ഥഗർഭമാണ്. ഈ നന്മ മുഅ്മിനിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് അള്ളാഹിനെ അറിയുമ്പോൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് പരലോകത്ത് അറിയുമ്പോൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് നല്ലൊരവസാനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടം, മലക്കുകളുടെ ഇഷ്ടം, മനുഷ്യരുടെ ഇഷ്ടം നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സ്വർഗത്തിലെ ഉന്നത സ്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ഇഹ്സാൻ സകല മേഖലകളിലുമുള്ള നന്മയുടെ മാതൃകയായുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയാകാൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ നാഥൻ അതിനുള്ള ഈമാനും തൗഫീഖും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പടച്ചതമ്പുരാന്റെ ആജ്ഞകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസിയുടെ ജീവിതം നന്മ നിറഞ്ഞതാണ്. നന്മയുടെ ധാർമ്മികതയുടെ മാനദണ്ഡം എന്നതും ഏകദൈവ വിശ്വാസമാണ്. ഇസ്ലാമിലൂടെ അല്ലാതെ ഒരാൾക്ക് നന്മയുള്ളവനാകാൻ സാധിക്കില്ല.
ആധുനിക കാലഘട്ടത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായി തീർന്ന ആളുകളുണ്ട്, നോബൽ സമ്മാനങ്ങൾ നേടിയ ആളുകളുണ്ട്, രാഷ്ട്രങ്ങളുടെ രാഷ്ട്രപിതാക്കളായി മാറാൻ സാധിച്ചവരുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു സ്വർഗം എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഒരാൾക്ക് പരലോകത്തിൽ സ്വർഗം വേണമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ സ്വർഗത്തെ മുന്നിൽ കണ്ട് അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവനായി തീരണം. അതുകൊണ്ടാണ് ഇഹ്സാന്റെ കാര്യം പറഞ്ഞ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞത്? വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നതാണ്. ആ വശം പൂർണ്ണമായെങ്കിൽ മാത്രമേ ശേഷമുള്ള കാര്യങ്ങൾക്ക് അർത്ഥമുള്ളൂ. അത് ശരിയാകാത്തൊരു മനുഷ്യൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതുകൊണ്ടോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നടന്നതുകൊണ്ടോ സാമൂഹിക സേവനത്തിന്റെ വിശാലമായ മേഖലകളിൽ മുന്നിൽ നടന്നതുകൊണ്ടോ പ്രയോജനമില്ല. അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് പരലോകത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുന്നവനു മാത്രമേ പരലോകത്ത് കൂലി നൽകാൻ അള്ളാഹുവിന് ബാധ്യതയുള്ളൂ. റബ്ബ് പഠിപ്പിച്ചു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും സ്വീകാര്യമല്ല എന്നർത്ഥം. ഇവിടെ ചില ആളുകൾ അതിനൊരു ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് പലപ്പോഴും അവതരിപ്പിക്കാർ. അവിടെ ചില തമാശ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഉദാഹരണമായി വ്യക്തിപരമായി പറയേണ്ടതില്ല, ചില ആളുകൾ സാധാരണ പറയും, ഗാന്ധിജിക്ക് കിട്ടാത്തൊരു സ്വർഗം എനിക്ക് ആവശ്യമല്ല, അതുപോലെ തന്നെ മദർ തെരേസക്ക് കിട്ടാത്തൊരു സ്വർഗം എനിക്ക് ആവശ്യമല്ല, എന്റെ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് ഇന്നയാൾ, അയാളില്ലാത്തൊരു സ്വർഗം എനിക്ക് ആവശ്യമല്ല. അവിടെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ഈ പറഞ്ഞ മഹാന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവർ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ഗാന്ധിജി നമുക്കറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഇസ്ലാം എന്താണ്, ഉമർ എന്താണ് എന്ന് അടുത്തറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കാർക്കും തോന്നിയിട്ടില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗം എനിക്ക് വേണം, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറയണം. അതുകൊണ്ടാണ് അവർ ഇസ്ലാം ആകാതെ മരിച്ചു പോയിട്ടുള്ളത്. ആരുടെയും അന്ത്യം എങ്ങനെയെന്ന് നമുക്ക് വിധി നിർണ്ണയിക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആഗ്രഹിക്കാത്തൊരു സ്വർഗം അവരുടെ മരണശേഷം അവർക്ക് മുസ്ലിങ്ങൾ കൊടുത്തെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഞാനുള്ളൂ എന്ന് പറയുന്നതിന്റെ വങ്കത്ത വിവരക്കേട് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചത് ആർക്കാണ്? അള്ളാഹുവിനെ അറിഞ്ഞ് പരലോകത്തെ അറിഞ്ഞ് അതിന്റെ പേരിൽ അമൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അവിടെ ഗൗരവതരമായി നാം ഉൾക്കൊള്ളേണ്ടുന്ന മറ്റൊരു കാര്യം, ആ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനം സംഭവിക്കലും വളരെ എളുപ്പമാണ്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹുവിനെ ആരാധിക്കണം, യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പടച്ചറബ് പഠിപ്പിച്ചുവെങ്കിൽ ആ ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹ് പറയാണ് സൂറത്ത് ബഖറ 165 ആയത്തിൽ, മനുഷ്യരുടെ ചില ആളുകൾ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ റബ്ബിൽ സമന്മാരെ വെച്ചിട്ട് ആ സമന്മാരെ സ്നേഹിക്കും. പക്ഷേ മുഅ്മിനുകൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടായിരിക്കും? അള്ളാഹിനോട് മാത്രമായിരിക്കും. ആ അള്ളാഹ്ക്ക് തുല്യരായി ആരുമില്ല. ഇന്നലെ ഈ മെനയാന്നൊക്കെ കിട്ടിയ ചില വീഡിയോ ക്ലിപ്പുകൾ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ദുഃഖം തോന്നിപ്പോയി. പണ്ഡിതന്മാരെന്ന് സമൂഹം അംഗീകരിക്കുന്ന ആളുകൾ അവർ പ്രസംഗിക്കാണ്, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയത്ത് അവസാനത്തെ വാക്ക് സിയം എന്നായി കഴിഞ്ഞാൽ അയാൾ പരലോകത്ത് രക്ഷപ്പെട്ടു എന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവതരമാണ് സഹോദരങ്ങളെ. റസൂൽ പഠിപ്പിച്ചെന്താ? മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതിനു പകരം ഈ രണ്ടക്ഷരം കയറ്റിക്കൊടുക്കുന്ന പുരോഹിതന്മാരുടെ പണ്ഡിതന്മാരുടെ അവസ്ഥ, അവർ ഈ ഇസ്ലാമിനോട് കാണിക്കുന്നത് എത്ര വലിയ ക്രൂരതയാണ്. ഇന്നലെ മറ്റൊരു പ്രഭാഷണത്തിൽ കേൾക്കാൻ സാധിച്ചു, കർണാടക സ്റ്റേറ്റിൽ ഈ അടുത്ത് മരിച്ചുപോയ ഒരാളെ കുറിച്ച്, അയാളുടെ കറാമത്തിനെ കുറിച്ച് പറയാൻ. ഒരു മനുഷ്യൻ അയാളെ സമീപിച്ചു, മക്കളില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം അവിടെ നിന്ന് അല്പം വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ഇദ്ദേഹം ഈ വെള്ളമായിട്ട് വീട്ടിൽ ചെന്നിട്ട് അയാൾക്ക് അത്ര വിശ്വാസം തോന്നിയില്ല, കാരണം ഉറുക്ക് ഏലസൊന്നുമില്ല, ഒരു വെള്ളം മാത്രം മുറ്റത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. ആ രാത്രിയിൽ അയാൾക്കും ഭാര്യയ്ക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പച്ചയായി പ്രസംഗിക്കാണ് ജനങ്ങളുടെ മുമ്പിൽ. അയാൾക്കും ഭാര്യയ്ക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രി ആയപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നു വീട്ടുമുറ്റത്തുനിന്ന്. അടുത്ത ദിവസം ചെന്നിട്ട് ഈ മഹാനവറുകളുടെ ഏറ്റവും അടുപ്പക്കാരനായ ഒരാളുടെ അടുക്കൽ ചെന്ന് വിഷയം പറഞ്ഞു. ഇന്നലെ രാത്രി വീടിന്റെ ചുറ്റുപാടുന്ന കുട്ടികളുടെ കരച്ചിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, എന്താണെന്ന് അറിയാമോ, നിങ്ങൾക്ക് മഹാനവറുകൾ വെള്ളം തന്നിരുന്നില്ലേ, കുട്ടികൾ ഉണ്ടാകാനുള്ള വെള്ളമായിരുന്നു, അത് നിങ്ങൾ മുറ്റത്തെ കൊഴിച്ചു കളഞ്ഞു. ആ കുട്ടികൾ ആ കരഞ്ഞത് മുറ്റത്ത് നിന്ന്. സുബ്ഹാനല്ലാഹ്, പച്ച മലയാളത്തിൽ പ്രസംഗിക്കാണ്. ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി ഏതൊരു
ഏതൊരു മതവിശ്വാസിക്കും കിട്ടത്തക്ക വിധത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഒരു അന്യമതസ്ഥൻ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് സഹോദരങ്ങളെ മനസ്സിലാക്കുക? ഈ സുന്ദരമായ മതം, ഇസ്ലാമിന്റെ സൗന്ദര്യമായ തൗഹീദ്, ഇസ്ലാമിന്റെ സൗന്ദര്യമായ അതിന്റെ മഹാസിൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്യമതസ്ഥൻ എന്തായിരിക്കും ഉൾക്കൊള്ളുക? ഇത്തരം വളരെ ദുഃഖം തോന്നുന്ന നിലക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തൗഹീദിൽ നിന്ന് സമൂഹത്തെ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പഠിക്കലും മനസ്സിലാക്കലും മാത്രമാണ് പരിഹാരം. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ വക്താക്കളായി, പ്രയോക്താക്കളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. സൂറത്തു നിസായിലെ 4-ാമത്തെ അധ്യായത്തിലെ ഈ 36-ാമത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നൽകട്ടെ. റഹ്മാനായ നാഥൻ നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ അള്ളാഹു നമുക്ക് നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.